ഞാൻ അനിൽകുമാർ. നിരവധി PSC പരീക്ഷകൾ എഴുതി പരിചയമുള്ള ആളും സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ആളുമാണ്. 3 ഘട്ട പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന തരം ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇത് സംബന്ധിച്ച് PSCയുടെ ഒരു സുപ്രധാന അറിയിപ്പ് ഈ അടുത്ത ദിവസം വന്നിട്ടുള്ളൂ. ഈ പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നവർക്ക് വീണ്ടും ഫെബ്രുവരി 8 നടക്കുന്ന 4ാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരമുണ്ടായിരിക്കും. ഏത് തരത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ കഴിയുക എന്നുകൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. 2024 ഡിസംബർ 28, 2020 ജനുവരി 11, 25 തീയതികളിലെ പൊതു പ്രാഥമിക പരീക്ഷാ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാല നടത്തിയ പരീക്ഷയുണ്ടായിരുന്നവർ 2 പരീക്ഷകളെയും ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയാലോ, അപകടം പറ്റി ചികിത്സയുള്ളവർ, അസുഖബാധിതർ എന്നിവർ ആശുപത്രി ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാലോ, പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിച്ചാലോ, ഗർഭിണികളായ ഉദ്യോഗാർത്ഥികൾ, യാത്രാ ബുദ്ധിമുട്ടുള്ളവർ, ഡോക്ടർമാർ, വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ ആയത് തെളിയിക്കാനുള്ള നിശ്ചിത മാതൃകയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാലോ, പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാലോ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ 2025 ഫെബ്രുവരി 8 നടക്കുന്ന 4ാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകണം. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ PSC ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകണം. 2025 ജനുവരി 27 മുതൽ 31 വൈകുന്നേരം 5:15 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ജനുവരി 31 ശേഷവും 27 മുമ്പും ലഭ്യമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അവ നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ്. തപാൽ, ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക PSC വെബ്സൈറ്റിൽ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ PSC എക്സാമിനേഷൻ അപ്ഡേറ്റഡ് എന്ന പേജിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 254 6260 246 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഉദ്യോഗങ്ങൾക്ക് വിവരം ലഭിക്കും. ഈ അവസരം ഈ ഉദ്യോഗാർത്ഥികൾ പ്രയോജനപ്പെടുത്തേണ്ടതും പരീക്ഷ എഴുതാൻ പറ്റാത്തവരെ നിർബന്ധപൂർവം ഈ അപേക്ഷ അയക്കാനും അവർക്ക് ഈ പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കാനും എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.